നമസ്കാരം. 24 റൗണ്ടപ്പിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഗോകുൽ രവി. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസ് ഹസന്റെ വെളിപ്പെടുത്തലിൽ അന്വേഷണം നടത്തിയ 4 വിദഗ്ധ സമിതി റിപ്പോർട്ട് സമർപ്പിച്ചു. മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർക്കാണ് റിപ്പോർട്ട് കൈമാറിയിരിക്കുന്നത്. വിശദാംശങ്ങളുമായി പ്രതീക്ഷ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീക്ഷ, ഈ റിപ്പോർട്ടിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചൂണ്ടിക്കാട്ടുന്നത്? ഡോക്ടർ ഹാരിസ് ഹസനും ഈ സമിതിയുടെ അന്വേഷണത്തോടും അവരുടെ തെളിവെടുപ്പിനോടും ഒക്കെ വളരെ പോസിറ്റീവായാണ് പ്രതികരിച്ചത്. അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ, അദ്ദേഹം ചൂണ്ടിക്കാണിച്ച വീഴ്ചകളൊക്കെ ഈ സമിതിയും ശരിവെക്കുന്നുണ്ടോ? ഗോകുൽ, ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പലിന്റെ നേതൃത്വത്തിലുള്ള 4 സമിതിയാണ് സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. DMEക്കാണ് നിലവിൽ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. DME നാളെ സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കും. ഹാരിസ് ഹസൻ ഉന്നയിച്ച ആരോപണങ്ങളിൽ പലതും ശരിവെക്കുന്ന റിപ്പോർട്ടാണ് വിദഗ്ധ സമിതി സർക്കാരിന് സമർപ്പിക്കുന്നത്. ഈ ഉപകരണങ്ങൾ, ശസ്ത്രക്രിയ ഉപകരണങ്ങൾ വാങ്ങുന്നതിലടക്കം ഈ ഭരണതലത്തിൽ വീഴ്ച ഉണ്ടായി എന്നതാണ് പ്രധാനമായും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. പർച്ചേസ് വിഭാഗത്തിൽ വലിയ കാലതാമസം ഉപകരണങ്ങൾ വാങ്ങുന്നതിൽ ഉണ്ടായി എന്നതാണ് ഈ വിദഗ്ധ സമിതി നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. ഈ റിപ്പോർട്ടാണ് ആരോഗ്യ വകുപ്പിന് സമർപ്പിക്കുക. ഈ ആരോഗ്യ വകുപ്പാണ് ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടി സ്വീകരിക്കേണ്ടത്. നിലവിൽ ഹാരിസ് ഹസൻ ഉന്നയിച്ച വിവാദങ്ങൾ വലിയ തരത്തിൽ രാഷ്ട്രീയ വിവാദമായി മാറിയിട്ടുണ്ട്. ഒപ്പം പ്രതിപക്ഷം ഉൾപ്പെടെ ഈ വിഷയം ഏറ്റെടുത്ത പശ്ചാത്തലത്തിൽ ആരോഗ്യ വകുപ്പിന്റെ നിലപാട് നിർണായകമായിരിക്കും. ഏത് ഘട്ടത്തിലാണ് ഈ വീഴ്ച സംഭവിച്ചത്, മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയ മുടങ്ങുന്ന ഒരു സാഹചര്യം ഏത് ഘട്ടത്തിൽ എത്തി എന്നതാണ് പ്രധാനമായും വിദഗ്ധ സമിതി പരിശോധിച്ചത്. വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും സർക്കാർ തുടർ നടപടി സ്വീകരിക്കുന്നത്. ഭരണ തലത്തിലടക്കം മാറ്റം വരണമെന്നാണ് പ്രധാനമായും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. കാരണം ഈ ഉപകരണങ്ങൾ വാങ്ങുന്നതിൽ ഈ മെഡിക്കൽ കോളേജിലെ ഭരണ തലത്തിൽ വീഴ്ച ഉണ്ടായി എന്ന് റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. ഇതുൾപ്പെടെ സർക്കാർ പരിശോധിക്കും. അതിനുശേഷമായിരിക്കും തുടർ നടപടി ഉണ്ടാകുന്നത്. നിലവിൽ ഈ മെഡിക്കൽ കോളേജിലെ ഭരണതലത്തിൽ ഒരു സമൂലമായ പരിഷ്കരണം വേണമെന്നതാണ് പൊതുവെ ആരോഗ്യ വിദഗ്ധരുടെ അടക്കം നിലപാട്. ആ നിലപാട് ശരിവെക്കുന്ന കാര്യമാണ് വിദഗ്ധ സമിതി റിപ്പോർട്ടായി സമർപ്പിച്ചിരിക്കുന്നത്. ഇതിനു പുറമെ ഹാരിസ് ഹസന്റെ ആരോപണങ്ങൾ, പ്രത്യേകിച്ച് സാമൂഹിക മാധ്യമങ്ങൾ വഴി ഹാരിസ് ഹസൻ തുടർച്ചയായി ആരോപണങ്ങൾ ഉന്നയിച്ച പശ്ചാത്തലത്തിൽ ഡോക്ടർക്കെതിരെയും നടപടിക്ക് സാധ്യതയുണ്ട്. ഇക്കാര്യത്തിൽ ആരോഗ്യ വകുപ്പാണ് ഈ അന്തിമ തീരുമാനം എടുക്കേണ്ടത്. ഒരുപക്ഷെ ഹാരിസ് ഹസനെ താക്കീത് ചെയ്യുകയോ അത്തരത്തിലുള്ള അച്ചടക്ക നടപടിക്കും സാധ്യതയുണ്ട്. ഇക്കാര്യത്തിൽ നാളെയോടുകൂടി തന്നെ ആരോഗ്യ വകുപ്പിന്റെ അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ശരി, MG പ്രതീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. മുഖ്യമന്ത്രിക്ക് പിന്നാലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസ് ഹസനെ വിമർശിച്ചും തള്ളിയും CPIM-ഉം മന്ത്രിമാർക്ക് ഭീഷണിയുടെ സ്വരമെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം വന്നത്. എന്നാൽ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഡോക്ടർ ഹാരിസ് ഹസനെ പിന്തുണച്ചു. എല്ലാ വാതിലുകളും അടഞ്ഞപ്പോഴാണ് തനിക്ക് പ്രൊഫഷണൽ സൂയിസൈഡ് ചെയ്യേണ്ടി വന്നതെന്ന് ഡോക്ടർ ഹാരിസ് ഹസനും പ്രതികരിച്ചു. സത്യസന്ധൻ, ചേർത്തു നിർത്തും എന്നൊക്കെയായിരുന്നു ഡോക്ടർ ഹാരിസ് ഹസനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ പ്രതികരണം. എന്നാൽ സർക്കാരിനെ വെട്ടിലാക്കിയ വിവാദത്തിൽ ഡോക്ടറെ വിമർശിച്ച് മുഖ്യമന്ത്രി ഇന്നലെ രംഗത്തെത്തി. പിന്നാലെ ഡോക്ടറെ വിമർശിച്ച് CPIM-ഉം മന്ത്രിമാരും രംഗത്ത്. ഡോക്ടർ ഹാരിസ് ഹസൻ പ്രതിപക്ഷത്തിന് ആയുധം നൽകിയെന്നാണ് കുറ്റപ്പെടുത്തൽ. എവിടെയെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് പർവ്വതീകരിച്ച് ഇനി ഇവിടെ അതേ ഇല്ല എന്ന് പറയുന്ന ഒരു പ്രത്യേക മാനസികാവസ്ഥയെ എന്താ പറയുക? എന്നിട്ട് അതിന്റെ ഭാഗമായിട്ട് സമരം നടത്തുക. രാജ്യത്തിന് മാതൃകയായിട്ടുള്ള പ്രവർത്തനമാണ് ആരോഗ്യമേഖല നടത്തുന്നത്. അതാർക്ക് നിഷേധിക്കാൻ കഴിയില്ല. എന്നാൽ പ്രതിപക്ഷത്തിന് പടി കൊടുക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ച ഡോക്ടറുടെ നടപടി അങ്ങേയറ്റം ഖേദകരമാണെന്നാണ് പറയാനുള്ളത്. എന്നാൽ ഡോക്ടറെ പിന്തുണച്ച CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഡോക്ടർ പറഞ്ഞതിൽ പ്രശ്നമില്ല. ആ ഡോക്ടർ ഉന്നയിച്ച വിഷയങ്ങളിൽ എന്തെങ്കിലും കുനിഷ്ടമുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. കാര്യങ്ങൾ നേരെയാകണം എന്നുള്ള ഉദ്ദേശശുദ്ധിയ മാത്രമായിരിക്കാം ഡോക്ടർ ഹാരിസിനെ നയിച്ചതെന്നാണ് കാണേണ്ടത്. എന്നാൽ പറഞ്ഞതിൽ നിന്ന് പിന്നോട്ടില്ലെന്ന നിലപാടിലാണ് ഡോക്ടർ ഹാരിസ് ഹസൻ. ആരോഗ്യവകുപ്പിനെയും സർക്കാരിനെയും ഇതുവരെ കുറ്റപ്പെടുത്തിയിട്ടില്ല. മുമ്പിലൊന്നും വഴിയെ കൊട്ടിയടയ്ക്കുമ്പോഴാണല്ലോ ഒരാൾ ആത്മഹത്യ ചെയ്യുന്നത്. അന്ന് പറഞ്ഞതുപോലെ എൻ്റെ ഈ പ്രൊഫഷണൽ സൂയിസൈഡ് എന്ന് വേണമെങ്കിൽ പറയാം. മന്ത്രിസഭയെയോ ആരോഗ്യവകുപ്പ്, ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രിയെയോ ഇവരെയൊന്നും ആരോഗ്യ വകുപ്പിനെയോ ഒന്നും ഞാൻ ഒരിക്കലും കുറ്റപ്പെടുത്തിയിട്ടില്ല. ബ്യൂറോക്രസിയെയാണ് കുറ്റപ്പെടുത്തുന്നത്. ഇന്നും ബ്യൂറോക്രസിയെ തന്നെയാണ് കുറ്റപ്പെടുത്തുന്നത്. ഡോക്ടർക്കെതിരായ വിമർശനത്തിൽ ഭീഷണിയുടെ സ്വരമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ആരോഗ്യമന്ത്രി ആദ്യം പറഞ്ഞതല്ല പിന്നീട് പറഞ്ഞത്, പിന്നീട് ആരോഗ്യമന്ത്രി പറഞ്ഞതല്ല മുഖ്യമന്ത്രി പറഞ്ഞത്.
ഇവരുടെ ഇപ്പോൾ സംസാരിക്കുന്നതിന് ഒരു ഭീഷണിയുടെ സ്വരമുണ്ട്. ഒരു സത്യം തുറന്നു പറഞ്ഞതിന് ഇപ്പോൾ പ്ലെയിനിൽ കൊണ്ടുവന്നല്ലോ സാധനം ആ ഡിപ്പാർട്ട്മെൻറ്റിലെങ്കിലും, അപ്പോൾ അദ്ദേഹം സത്യമാണ് തുറന്നു പറഞ്ഞതെന്ന് വ്യക്തമാണല്ലോ. അദ്ദേഹം ഇടതുപക്ഷ സഹയാത്രികനാണ്. സത്യം പറഞ്ഞാൽ ഭീഷണിപ്പെടുത്തുന്നുവെന്ന് BJP കുറ്റപ്പെടുത്തി. വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ആരോഗ്യമന്ത്രി പ്രതികരണത്തിന് തയ്യാറായില്ല. 24 തിരുവനന്തപുരം. സെനറ്റ് ഹാളിലെ കാവിക്കൊടിയേന്തിയ ഭാരതാംബ ചിത്ര വിവാദത്തിൽ കേരള സർവകലാശാല രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത് വൈസ് ചാൻസലർ. VCയുടെ പ്രത്യേകാധികാരം ഉപയോഗിച്ചുകൊണ്ടാണ് ഡോക്ടർ മോഹൻ കുന്നുമൽ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തത്. സസ്പെൻഷനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് രജിസ്ട്രാറുടെ പ്രതികരണം. VCയുടേത് അമിതാധികാര പ്രയോഗമെന്നാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിന്റെ പ്രതികരണം. ഭാരതാംബ ചിത്രവിവാദത്തിൽ ഗവർണറെ പ്രീതിപ്പെടുത്താൻ അസാധാരണ നടപടിയുമായി കേരള സർവകലാശാല VC മോഹനൻ കുന്നുമേൽ. സർവകലാശാല രജിസ്ട്രാർ KS അനിൽകുമാറിനെ അന്വേഷണ വിധേയമായി VC സസ്പെൻഡ് ചെയ്തു. രജിസ്ട്രാർ ഗവർണറോട് അനാദരവ് കാട്ടിയെന്നും ബാഹ്യ സമ്മർദ്ദങ്ങൾക്ക് വഴിപ്പെട്ട് ചട്ടവിരുദ്ധമായി പ്രവർത്തിച്ചതായും ബോധ്യപ്പെട്ടെന്ന് സസ്പെൻഷൻ ഉത്തരവിലുണ്ട്. യൂണിവേഴ്സിറ്റി നിയമപ്രകാരമുള്ള VCയുടെ പ്രത്യേക അധികാരം ഉപയോഗിച്ചാണ് അന്വേഷണ വിധേയമായിട്ടുള്ള സസ്പെൻഷൻ. നിയമപരമായി നേരിടുമെന്ന് രജിസ്ട്രാർ KS അനിൽകുമാർ. ഇത് ഇപ്പോൾ ഈ ഒരു ഓർഡർ ഇറങ്ങിയിരിക്കുന്നത് നിയമവിരുദ്ധമാണ്. സർവകലാശാലയുടെ എൻ്റെ നിയമനാധികാരി സിൻഡിക്കേറ്റാണ്. സിൻഡിക്കേറ്റിൻ്റെ തീരുമാനപ്രകാരമാണ് ഞാൻ സർവകലാശാല രജിസ്ട്രാറായി പ്രവർത്തിക്കുന്നത്. അതിൻ്റെ നിയമപരമായി അതിൻ്റെ നടപടികളുമായി മുന്നോട്ട് പോകും. ഡോക്ടർ മോഹനൻ കുന്നുമേലിൻ്റേത് അധികാര ദുർവിനിയോഗമാണെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി. കേരള സർവകലാശാലയുടെ ആക്റ്റും നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ച് യാതൊരു കാരണവശാലും അദ്ദേഹത്തിന് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരമില്ല. രജിസ്ട്രാറുടെ അപ്പോയിന്റിംഗ് അതോറിറ്റി സിൻഡിക്കേറ്റ് ആണ്. മോഹനൻ കുന്നുമേൽ റഷ്യൻ സന്ദർശനത്തിനായി അവധിയിൽ പോയതിനാൽ കേരള സർവകലാശാല VCയുടെ അധിക ചുമതല ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി VC ഡോക്ടർ സിസ തോമസിന് നൽകി. ഈ മാസം 8-ാം തീയതി വരെയാണ് അധിക ചുമതല. 24 തിരുവനന്തപുരം. ഭാരതാംബ ചിത്രവിവാദത്തിൽ കേരള സർവകലാശാല രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തതിനെതിരെ പ്രതിഷേധവുമായി SFIയും DYFIയും. SFI DYFI പ്രവർത്തകർ രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തി. ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. നാളെ 11 മണിക്ക് SFI വീണ്ടും രാജ്ഭവൻ മാർച്ച് സംഘടിപ്പിക്കും. ബാരിക്കേഡ് മറികടന്ന് രാജ്ഭവൻ അകത്തേക്ക് കടന്ന DYFI പ്രവർത്തകരെ പോലീസ് തടഞ്ഞുവെച്ചു. വയനാട് സുൽത്താൻ ബത്തേരി സ്വദേശി ഹേമചന്ദ്രന്റെ മരണത്തിൽ 24 വെളിപ്പെടുത്തലുമായി കേസിലെ മുഖ്യപ്രതിയായ നൌഷാദ്. ഹേമചന്ദ്രന്റെ മൃതദേഹം പഞ്ചസാരയിട്ടും പെട്രോൾ ഒഴിച്ചും തമിഴ്നാട്ടിൽ കുഴിച്ചിട്ടെന്നാണ് നൌഷാദിന്റെ വെളിപ്പെടുത്തൽ. കൊലപ്പെടുത്തിയതല്ല, ഹേമചന്ദ്രൻ ആത്മഹത്യ ചെയ്തതെന്നാണ് നൌഷാദ് പറയുന്നത്. പക്ഷേ ഈ വാദം പോലീസ് തള്ളുന്നു. ഹേമചന്ദ്രന്റെ മരണത്തിൽ മുഖ്യപ്രതിയായ നൌഷാദ് നിലവിൽ സൗദിയിലാണ്. ഇയാളെ നാട്ടിലെത്തിക്കാൻ അന്വേഷണ സംഘം ശ്രമം തുടരുന്നതിനെയാണ് 24നോടുള്ള വെളിപ്പെടുത്തൽ. പണം ഇരട്ടിപ്പിച്ച് നൽകാൻ താനും കേസിലെ മറ്റൊരു പ്രതിയായ ജ്യോതിഷും ഹേമചന്ദ്രന് പണം നൽകിയിരുന്നു. ഇത് തിരികെ നൽകാത്തതിനെ തുടർന്നാണ് ഹേമചന്ദ്രനെ സുൽത്താൻ ബത്തേരിയിൽ എത്തിച്ചത്. ഇതിനായി കണ്ണൂർ സ്വദേശിനിയുടെ സഹായം തേടി. എന്നാൽ വിൽപ്പനയ്ക്കായി തന്നെ ഏൽപ്പിച്ച വീട്ടിൽ ഹേമചന്ദ്രൻ തൂങ്ങി മരിച്ചു. ഈ കൊലപാതകം എന്ന് പറയുന്നത് തെറ്റാണ്. ഈ വ്യക്തി ആത്മഹത്യ ചെയ്തതാണ്. അയാൾ മനഃപൂർവ്വം ആത്മഹത്യ ചെയ്യാൻ വേണ്ടി വന്നത്. അല്ലെങ്കിൽ അയാൾക്ക് ഒരു പക്ഷേ ഞങ്ങൾ അവിടെ കൊണ്ടാക്കിയപ്പോൾ പോകാമായിരുന്നു. രാവിലെ എഴുന്നേറ്റ് ഞാൻ ഇത് കാണുമ്പോൾ എന്ത് ചെയ്യണം എന്നറിയാതെ എൻ്റെ സുഹൃത്തിനോട് ചോദിച്ചത്. സുഹൃത്ത് പറഞ്ഞു കൊണ്ടുപോയി കുഴിച്ചിട്ട് അല്ലാതെ വഴിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ കൊണ്ടുപോയി കുഴിച്ചിട്ടതാണ്. ഇക്കാര്യം പുറത്തറിയുമോ എന്ന ഭയമുണ്ടായി. ബത്തേരി സ്വദേശിയായ സുഹൃത്തിന്റെ ഉപദേശപ്രകാരമാണ് മൃതദേഹം തമിഴ്നാട്ടിൽ കുഴിച്ചിടാൻ തീരുമാനിച്ചത്. പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയല്ല ചെയ്തത്. ഞങ്ങൾ എന്ത് ചെയ്തു, ചതുപ്പ് കുഴിച്ചിട്ട് പെട്രോൾ ഒഴിച്ച് മുഖത്ത് പെട്രോൾ ഒഴിച്ച് എന്നിട്ട് കുറച്ച് തീയിട്ടിട്ട് അതിന്റെ മുകളിൽ കൂടെ ഞങ്ങൾ മൊത്തം പഞ്ചസാര വിതറി എന്നിട്ടാണ് കുഴിച്ചിട്ടത്. വിസ കാലാവധി തീർന്ന സാഹചര്യത്തിൽ നാട്ടിലേക്ക് വരുമെന്നും നൌഷാദ്. എന്നാൽ ഹേമചന്ദ്രനെ കൊലപ്പെടുത്തിയതല്ലെന്ന നൌഷാദിന്റെ അവകാശവാദം അന്വേഷണ സംഘം തള്ളുകയാണ്. സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. സംസ്ഥാന കോൺഗ്രസിൽ ഖദറും കളറുമായി ഗ്രൂപ്പ് പോര്. ന്യൂജൻ നേതാക്കൾ കളർ വസ്ത്രങ്ങൾ ധരിക്കുന്നതിനെ അജയ് തറയിൽ വിമർശിച്ച് രംഗത്തെത്തി. അതിന് പിന്നാലെ കളർ വസ്ത്രങ്ങളെ അനുകൂലിച്ച് ന്യൂജൻ നേതാക്കളും എത്തി. ഖദറിട്ട കോൺഗ്രസുകാർ എന്നത് പഴങ്കഥയാവുന്നതിന്റെ സൂചനയാണ് ന്യൂജൻ നേതാക്കൾ നൽകുന്നത്. കളർഫുൾ വസ്ത്രങ്ങളാണ് പുതിയകാല നേതാക്കളുടെ ട്രേഡ് മാർക്ക്. കഞ്ഞിയിൽ മുക്കിയതും പിഞ്ചിക്കീറിയതുമായ ഖദർ വസ്ത്രങ്ങൾ പഴയകാല പടക്കുതിരകൾക്ക് മാത്രമായി പരിമിതപ്പെട്ടു.
ഒടുവിൽ യൂത്ത് കോൺഗ്രസ് ക്യാമ്പിൽ ഖദർധാരികൾ കുറഞ്ഞതോടെയാണ് നടന്നു വന്ന വഴി ഓർമ്മിപ്പിച്ച് അജയ് തറയിൽ രംഗത്തെത്തിയത്. കോൺഗ്രസിനകത്തെ യുവതലമുറ ഇന്ത്യയിലെ കോർപ്പറേറ്റുകളുടേതായ കുറെ വസ്ത്രങ്ങൾ, കളർഫുൾ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് ഖദറിട്ട ആളുകൾക്ക് അത് വലിയ ക്ഷീണമുണ്ടാക്കുന്ന രീതിയിൽ ഇറങ്ങിത്തിരിക്കുന്ന കാഴ്ച കാണാൻ കഴിയും. ഖദറിന് വേണ്ടി അജയ് തറയിൽ വാദിച്ചപ്പോൾ കളറിന് എന്താ കുഴപ്പമെന്ന് ചോദിച്ച് യുവനേതാക്കളുടെ ഊഴമായി. എങ്ങനെയാണോ ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള മഹാഭൂരിപക്ഷം ആളുകളും വസ്ത്രധാരണം നടത്തുന്നത്, ആ രീതിയിൽ തന്നെയുള്ള വസ്ത്രധാരണമാണ് രാഷ്ട്രീയ പ്രവർത്തകർക്കും ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. പുതിയ തലമുറയൊക്കെ അവരിൽ ഒരാളായി മാറാനായിട്ട് നമുക്ക് നല്ലത് ഇതുപോലുള്ള വസ്ത്രങ്ങളാണെന്നൊക്കെ നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കളർ ഗ്രൂപ്പുകാരനായപ്പോൾ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ഖദർ പക്ഷക്കാരനായി. വസ്ത്രധാരണത്തിലൊന്നും ഒരു റെസ്ട്രിക്ഷൻ കൊടുക്കാറില്ല. സ്വാതന്ത്ര്യ സമരമൊന്നും നടക്കുന്നതല്ല. അത് അന്നത്തെ കാലത്തിൽ ഒരു പ്രതീകമായിട്ടാണ് ഖദർ ധരിക്കുന്നത്. അവരൊക്കെ യൂത്തിൻ്റെതായ രൂപത്തിൽ തന്നെ കുറച്ചും കൂടി അവർക്കൊക്കെ സ്വാതന്ത്ര്യം അനുവദിച്ചിട്ടുണ്ട്. നന്നായിട്ട് തന്നെ അവർ പോകുന്നു. നല്ല വസ്ത്രധാരണമൊക്കെയാണ്. കോൺഗ്രസിലെ പോര് കളറായപ്പോൾ മന്ത്രി പി രാജീവും പക്ഷം ചേർന്നു. കൊച്ചി പഴയ കൊച്ചിയല്ല എന്നതുപോലൊരു നിലപാടാണ് മന്ത്രിക്ക്. കളറായാലും ഖദറായാലും ജനങ്ങൾക്കൊന്നുമില്ല. എന്നാൽ നേതാക്കൾ ഖദറും കളറുമായി ചേരിതിരിയുകയാണ്. സലിം മാലിക്, 24, തിരുവനന്തപുരം. 24 റൗണ്ടപ്പിലേക്ക് വീണ്ടും. സുരേഷ് ഗോപി നായകനായ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമയുടെ റിലീസ് സെൻസർ ബോർഡ് തടഞ്ഞ സംഭവത്തിൽ സിനിമ കാണാൻ കോടതി. വരുന്ന ശനിയാഴ്ച രാവിലെ 10 മണിക്ക് ജസ്റ്റിസ് നഗരേഷ് കക്ഷികൾക്കൊപ്പം സിനിമ കാണും. സിനിമയുടെ പേരും കഥാപാത്രത്തിന്റെ പേരും മാറ്റാതെ സിനിമയ്ക്ക് സെൻസർ സർട്ടിഫിക്കറ്റ് നൽകില്ലെന്ന സെൻസർ ബോർഡ് തീരുമാനത്തിനെതിരെ ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ നൽകിയ ഹർജി പരിഗണിക്കവെയാണ് ഹൈക്കോടതിയുടെ അസാധാരണ നീക്കം. ശനിയാഴ്ച രാവിലെ 10 മണിക്ക് കക്ഷികൾക്കൊപ്പം ജസ്റ്റിസ് N നഗരേഷ് സിനിമ കാണും. പാലാരിവട്ടം ലാൽ മീഡിയ സ്റ്റുഡിയോയിൽ കോടതിക്ക് സിനിമ കാണാൻ സൗകര്യമൊരുക്കുമെന്ന് നിർമ്മാതാക്കൾ അറിയിച്ചു. എന്ത് സാഹചര്യത്തിലാണ് ജാനകി എന്ന പേര് മാറ്റാൻ നിർദ്ദേശിച്ചതെന്ന് വ്യക്തമായി അറിയിക്കണമെന്ന് സെൻസർ ബോർഡിനോട് കോടതി ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇക്കാര്യം ഇന്ന് സെൻസർ ബോർഡ് അറിയിച്ചില്ല. ഇതോടെ കേസ് അനന്തമായി നീട്ടിക്കൊണ്ടുപോവുകയാണെന്ന് ഹർജിക്കാർ വാദിച്ചു. തുടർന്നാണ് സിനിമ കാണാൻ കോടതി തീരുമാനിച്ചത്. കോടതി നടപടിയെ സംവിധായകൻ പ്രവീൺ നാരായണൻ സ്വാഗതം ചെയ്തു. ഒരുപാട് കലാകാരന്മാരുടെ സ്വപ്നമാണ് ഈ സിനിമ എന്ന് പറയുന്നത്. കൂടാതെ ഒരു വലിയ ഇൻവെസ്റ്റ്മെന്റ് ഈ സിനിമയിൽ ഇറങ്ങിക്കിടക്കുന്നുണ്ട്. ഇതിങ്ങനെ നീട്ടിക്കൊണ്ട് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ ബുധനാഴ്ച പോലും ഒരു തീരുമാനം പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടുത്ത വെള്ളിയാഴ്ച സിനിമ റിലീസ് ചെയ്യാൻ സാധ്യമായ കാര്യമല്ല. കാരണം ഇത്രയേറെ തിയേറ്ററുകൾ, നമ്മൾ ക്യൂബ് ഉൾപ്പെടെയുള്ള എല്ലാ പ്രൊവൈഡേഴ്സിനും കണ്ടന്റ് ലോഡ് ചെയ്യുക. എങ്കിൽ പോലും എനിക്ക് തോന്നുന്നത് ഒരു 17-ാം തീയതി റിലീസിങ് സാധ്യമാവുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ നീട്ടിക്കൊണ്ട് പോകുന്ന കാര്യത്തിൽ ഭയങ്കരമായിട്ട് സങ്കടമുണ്ട്. ശനിയാഴ്ച കോടതി സിനിമ കണ്ട് ബുധനാഴ്ച നല്ലൊരു തീരുമാനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബുധനാഴ്ച വിഷയം കോടതി വീണ്ടും പരിഗണിക്കും. CBFCക്ക് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് അഭിനവ് ചന്ദ്രചൂഡ് സിനിമ മുംബൈയിൽ വെച്ച് കാണാൻ ആഗ്രഹമുണ്ടെന്ന് അറിയിച്ചു. എന്നാൽ കൊച്ചിയിൽ വന്ന് സിനിമ കാണണമെന്ന് കോടതി മറുപടി നൽകി. 24 കൊച്ചി. സംസ്ഥാന പോലീസ് മേധാവിയായി റവാഡ ചന്ദ്രശേഖരനെ നിയമിച്ചതിലെ പ്രതികരണത്തിൽ വിശദീകരണവുമായി CPIM നേതാവ് P ജയരാജൻ. തന്റെ വാക്കുകളെ മാധ്യമങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്തെന്നാണ് P ജയരാജന്റെ കുറ്റപ്പെടുത്തൽ. എന്നാൽ കൂത്തുപറമ്പ് വെടിവെപ്പിൽ റവാഡ ചന്ദ്രശേഖരന് പങ്കുണ്ടോ എന്ന ചോദ്യത്തിന് പാലക്കാട് പറഞ്ഞത് ആവർത്തിക്കുന്നുവെന്ന് മാത്രമായിരുന്നു ജയരാജന്റെ ഇന്നത്തെ മറുപടി. റവാഡ ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ കൂത്തുപറമ്പ് വെടിവെപ്പിന്റെ ഭാഗമാണെന്നായിരുന്നു പാലക്കാട്ടെ P ജയരാജന്റെ പ്രതികരണം. DGP നിയമനം വിശദീകരിക്കേണ്ടത് സർക്കാരാണ് എന്നുകൂടി അന്ന് ജയരാജൻ പറഞ്ഞു. CPIM സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള നേതാക്കൾ റവാഡയെ പിന്തുണച്ചപ്പോൾ P ജയരാജന്റെ നിലപാട് വ്യത്യസ്തമായി. മന്ത്രിസഭാ യോഗ തീരുമാനത്തെ എതിർത്തുവന്ന രീതിയിൽ മാധ്യമങ്ങൾ തെറ്റായ പ്രചാരണം നടത്തിയെന്ന് പറയുമ്പോഴും റവാഡ ചന്ദ്രശേഖരനെ പിന്തുണക്കാൻ P ജയരാജൻ ഇന്നും തയ്യാറായില്ല. ഞാൻ കൃത്യമായിട്ട് റവാഡ ചന്ദ്രശേഖരനെ നിശ്ചയിച്ചുകൊണ്ടുള്ള ആ മന്ത്രിസഭാ തീരുമാനത്തെ അനുകൂലിച്ചുകൊണ്ടാണ് പറഞ്ഞത്. ആ മന്ത്രിസഭാ തീരുമാനത്തെയോ CPMുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലോ ഒരു വ്യതിചലനവും എൻ്റെ ഭാഗത്തുണ്ടായിട്ടില്ല. കൃത്യമായിട്ട് നിലപാട് പറഞ്ഞിട്ടുണ്ട്. പാലക്കാട്ടെ മാധ്യമപ്രവർത്തകന്മാരുടെ ചോദ്യത്തിന് ഞാൻ എന്താണോ മറുപടി നൽകിയത് അതൊക്കെ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ കാണാൻ പറ്റുമല്ലോ. അതിന് നല്ല പിന്തുണ കിട്ടിയിട്ടുണ്ട്. DYFIയിലൊക്കെ ഭയങ്കര ആവേശം ഉണ്ടായിട്ടുണ്ട്. നല്ല കാര്യമല്ലേ, സന്തോഷമുള്ള കാര്യമല്ലേ. അതേസമയം പോലീസ് മേധാവി നിയമനത്തിൽ നേതാക്കളുടെ പ്രതികരണങ്ങളിൽ ആശയക്കുഴപ്പമില്ലെന്ന നിലപാട് ആവർത്തിക്കുകയാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഒരാൾ സോഷ്യൽ മീഡിയയിൽ പലതും പിന്തുണയും കിട്ടും. പക്ഷേ P ജയരാജൻ പറഞ്ഞതും ഞാൻ പറഞ്ഞതും എല്ലാവരും പറഞ്ഞത് ഒന്ന് തന്നെയാണ്. എവിടെയോ അവ്യക്തത വന്നിട്ടുണ്ട് എന്നാണല്ലോ പറഞ്ഞോട്. ഏത് അവ്യക്തതയാണ് വന്നതെന്ന് പറഞ്ഞാൽ കോടതി അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ മേലെ കയറി വല്ലാതെ രീതിയിലുള്ള വിവാദം ഉണ്ടാക്കേണ്ട വല്ല കാര്യമുണ്ടോ? P ജെ പറഞ്ഞപ്പോൾ ഒരു കൺഫ്യൂഷനും ഇല്ല, ഞാൻ പറഞ്ഞപ്പോൾ ഒറ്റ കൊട്ടും കൺഫ്യൂഷനും ഇല്ല, ഇപ്പോഴാണെങ്കിൽ ഒരു കൺഫ്യൂഷനും ഇല്ല. തീർന്നില്ലേ? സർക്കാർ നിലപാടിനെ നേതാക്കൾ പിന്തുണക്കുമ്പോഴും കാര്യങ്ങൾ പൂർണ്ണമായി അണികളെ ബോധ്യപ്പെടുത്താൻ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല. 24 കണ്ണൂർ. 24 എക്സ്ക്ലൂസീവ്.
എറണാകുളം മൂവാറ്റുപുഴ സ്വദേശി മുഖ്യപ്രതിയായ ഡാർക്ക് വെബ് ലഹരി വിൽപ്പന കേസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നു. ലഹരി മരുന്ന് വാങ്ങിയവർക്ക് പ്രതി എഡിസൺ ഡിസ്കൗണ്ട് നൽകി. ഒപ്പം 70 ലക്ഷത്തിന്റെ ക്രിപ്റ്റോ കറൻസി ഇടപാട് നടന്നുവെന്നാണ് വിവരം. കേസിൽ 3 പേർ കൂടി പിടിയിലായിട്ടുണ്ട്. ഡാർക്ക് നെറ്റ് ഉപയോഗിച്ചുള്ള ലഹരി കച്ചവടം നടത്തിയതിന് NCB അറസ്റ്റ് ചെയ്ത എഡിസനെ കുറിച്ച് നിർണായക വിവരങ്ങളാണ് അന്വേഷണ സംഘം കണ്ടെത്തിയത്. ബാംഗ്ലൂർ കേന്ദ്രീകരിച്ച് ലഹരി വിൽപ്പന നടത്തിയതായും മാസം തോറും 10,000-ലേറെ LSD സ്റ്റാമ്പുകൾ വിൽപ്പന നടത്തിയിരുന്നതായും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ലഹരി വഴിയിൽ പുതിയ ഇടപാടുകാരെ കണ്ടെത്താൻ വിൽപ്പന സമയത്ത് ഡിസ്കൗണ്ട് നൽകിയിരുന്നതായും അന്വേഷണ സംഘം കണ്ടെത്തി. കേസിൽ എഡിസന് പുറമെ വാഗമൺ സ്വദേശിയുടെയും വാഴപ്പള്ളി സ്വദേശിയുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 35 ലക്ഷം രൂപയുടെ മയക്കുമരുന്നാണ് പ്രതികളിൽ നിന്ന് കണ്ടെത്തിയത്. കെറ്റാമെലോൺ എന്ന ശൃംഖലയിലൂടെ നിരവധി പേർക്കാണ് ഇവർ മയക്കുമരുന്ന് വിൽപ്പന നടത്തിയിരുന്നത്. രാജ്യത്ത് ഭോപ്പാൽ, ഹിമാചൽ പ്രദേശ്, ജാർഖണ്ഡ് തുടങ്ങിയ സ്ഥലങ്ങളിലും ഇവരുടെ ശൃംഖല വ്യാപകമായിരുന്നതായും കണ്ടെത്തി. എഡിസന്റെ വീട്ടിൽ നിന്ന് ഡിജിറ്റൽ രൂപത്തിൽ സൂക്ഷിച്ച 70 ലക്ഷം രൂപയുടെ ക്രിപ്റ്റോ കറൻസിയും കണ്ടെത്തി. ലഹരി വിൽപ്പനയിലൂടെ ലഭിച്ച പണമാണിതെന്നാണ് സൂചന. ലഹരി കേസിൽ ഡേവ്സൺ നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ പിടിയിലായതിനു പിന്നാലെ ബന്ധുക്കൾ മൂവാറ്റുപുഴ നഗരത്തിലെ വീട് പൂട്ടി എങ്ങോട്ടോ മാറിയിരിക്കുകയാണ്. കേസിൽ ബന്ധുക്കൾക്കും പങ്കുണ്ടോ എന്ന വിവരം അന്വേഷണ പരിധിയിലുമാണ്. പ്രദേശവാസികളുമായി വലിയ ബന്ധം പുലർത്താത്ത ആളാണ് പ്രതിയെന്ന് നാട്ടുകാരും പറഞ്ഞു. പരിചയം ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വന്നു പോകാനുള്ള പരിചയം മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് വേറെ പരിചയം ആർക്കുമില്ല. ആരോട് ബന്ധപ്പെടണല്ലോ. വീട്ടിൽ അച്ഛനും അമ്മയും ചേട്ടനും ഇവിടെ ഉണ്ടായിരുന്നു, ചേട്ടത്തിയില്ല, വേറെ ആരും പറഞ്ഞില്ല. സാമ്പത്തിക ഇടപാടിന് പുറമെ ആരെയൊക്കെയാണ് എഡിസൺ കച്ചവടത്തിൽ പങ്കാളിയാക്കിയിരിക്കുന്നതെന്നതും അന്വേഷണ വഴിയിലാണ്. രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ ലഹരി ശൃംഖല തകർത്തുവെങ്കിലും ശൃംഖലയിലെ മുഖ്യപ്രതികളെ പിടികൂടാൻ തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. അനന്തുവിനൊപ്പം ശ്യാംകുമാർ, 24 കൊച്ചി. മിലൻ ഡിസൈനിന്റെ കൊച്ചിയിലെ പുതിയ ഷോറൂം ജൂലൈ 4-ന് ഉദ്ഘാടനം ചെയ്യും. PT ഉഷ റോഡിൽ പ്രവർത്തനം ആരംഭിക്കുന്ന ഷോറൂമിൽ ഹൈബി ഈഡൻ MP രാവിലെ 10 മണിക്ക് ഉദ്ഘാടനം നിർവഹിക്കും. ശ്രദ്ധാപൂർവ്വം തെരഞ്ഞെടുത്ത മെറ്റീരിയലുകളാണ് മിലൻ ഡിസൈൻസിന്റെ പ്രത്യേകതയെന്ന് സ്ഥാപക ഷേർലി റെജിമോൻ പറഞ്ഞു. 2010 സ്റ്റാർട്ട് ചെയ്തൊരു ബ്രാൻഡാണ് മിലൻ ഡിസൈൻ. ആ മിലൻ ഡിസൈൻ ഇന്ന് ഈ 2025 ആയപ്പോൾ ഞങ്ങൾക്ക് 4ാമത്തെ ഷോറൂമാണിത് നമ്മുടെ. അതോടൊപ്പം നമ്മുടെ ഓൺലൈൻ സ്റ്റോറും നമ്മൾ സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. സ്റ്റോറിനെ മാത്രമല്ല നമ്മുടെ പ്രോഡക്റ്റുകളും അതേ രീതിയിൽ തന്നെ ആക്കി നമ്മൾക്ക് മുന്നോട്ട് സർവീസ് ചെയ്യണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ സ്റ്റോർ തുറക്കുന്നത്. അപ്പോൾ ജൂലൈ 4 വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക് ആരും മറക്കരുത്. എല്ലാവരുടെയും സഹായം ഉണ്ടാവണം, സഹകരണം ഉണ്ടാവണം, അതോടൊപ്പം പ്രാർത്ഥനയും. താങ്ക് യു സോ മച്ച്. കുടുംബശ്രീയുടെ ഓൺലൈൻ റേഡിയോ ആയ റേഡിയോ ശ്രീയുടെ പ്രക്ഷേപണം ഏറ്റെടുത്ത് മലയാളം മിഷൻ. മലയാളം മിഷന്റെ അത്യാധുനിക റേഡിയോ നിലയത്തിൽ നിന്ന് പുതിയ രൂപത്തിലും ഭാവത്തിലും റേഡിയോ ശ്രീ പ്രക്ഷേപണം പുനരാരംഭിച്ചു. ദിവസവും 6 മണിക്കൂർ 4 ഷെഡ്യൂളുകളായി 24 മണിക്കൂറും ശ്രോതാക്കൾക്ക് പരിപാടികൾ കേൾക്കാം. കുടുംബശ്രീയുടെ തിരുവനന്തപുരത്തെ ഓഫീസിൽ നടന്ന ചടങ്ങിൽ മലയാളം മിഷൻ ഡയറക്ടർ മുരുകൻ കാട്ടാക്കട കുടുംബശ്രീ ഡയറക്ടർ H ദിനേശൻ IAS നിന്ന് ഇത് സംബന്ധിച്ച ധാരണാപത്രം ഏറ്റുവാങ്ങി. 24 റൗണ്ട് അപ്പ് തുടരും ഇടവേളയ്ക്ക് ശേഷം. 24 റൗണ്ട് അപ്പിലേക്ക് വീണ്ടും. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസ ഫണ്ട് തിരിമറി നടത്തിയെന്ന ആരോപണം നിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ. സമാഹരിച്ച മുഴുവൻ പണവും യൂത്ത് കോൺഗ്രസിന്റെ അക്കൗണ്ടിലുണ്ടെന്നും 1 രൂപ പോലും പിൻവലിച്ചിട്ടില്ലെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെയുള്ള വ്യാപക വിമർശനങ്ങൾക്ക് പിന്നാലെയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷന്റെ മറുപടി. കാറ്ററിംഗ് നടത്തിയും മീൻ വിറ്റും സമാഹരിച്ച മുഴുവൻ പണവും യൂത്ത് കോൺഗ്രസിന്റെ അക്കൗണ്ടിലുണ്ട്. അതിൽ 1 രൂപ പോലും പിൻവലിച്ചിട്ടില്ല. പിരിച്ച പണം വകമാറ്റിയെന്ന് തെളിയിച്ചാൽ താൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെക്കാമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ. 1 രൂപ ആ ബാങ്കിൽ നിന്ന് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി പിൻവലിച്ചു എന്ന് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റിയാൽ, ഒരുപാട് വേണ്ട, 1 രൂപ പിൻവലിച്ചു എന്ന് തെളിയിക്കാൻ പറ്റിയാൽ ഇപ്പോൾ ഈ നിമിഷം സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷ സ്ഥാനം രാജിവെച്ചിട്ട് നിങ്ങളുടെ കത്ത് തരാം. ദുരന്തബാധിതർക്ക് വീട് വെച്ച് നൽകാൻ സ്ഥലം അനുവദിക്കണമെന്ന് കാണിച്ച് മുഖ്യമന്ത്രിക്ക് 2 തവണ നിവേദനം നൽകിയെങ്കിലും നടപടിയുണ്ടായില്ല. തന്നെ സ്ഥിരം സാമ്പത്തിക കുറ്റവാളിയായി ചിത്രീകരിക്കാൻ ശ്രമം നടക്കുന്നതായും രാഹുൽ മാങ്കൂട്ടത്തിൽ. ഒരു ഹൗസിംഗ് കോംപ്ലക്സ് നിർമ്മിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അവിടുത്തെ ആളുകൾക്ക് അവിടേക്ക് ഒരു പറിച്ചു നടയിൽ പ്രായോഗികമായി പ്രയാസമാണെന്ന് പറഞ്ഞു. വീണ്ടും മുഖ്യമന്ത്രി കത്ത് കൊടുത്തു. ഞങ്ങളുടെ പക്കൽ 2.5 ഏക്കർ ഭൂമിയുണ്ട്, പകരം ഈ ഭൂമി ഏറ്റെടുത്തിട്ട് പകരം ഞങ്ങൾക്ക് ഭൂമി തരുമോ? ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിക്ക് തരാനല്ലോ പറയുന്നത്, ഈ സാധു മനുഷ്യന്മാർക്ക് കൊടുക്കാനല്ലേ പറയുന്നത്. സർക്കാർ ചെയ്തിട്ടുണ്ടോ? KPCC നിർദ്ദേശിക്കുന്ന ഭൂമിയിൽ യൂത്ത് കോൺഗ്രസ് 30 വീടുകൾ വെച്ചു നൽകുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തമാക്കി. 24 പത്തനംതിട്ട.
ഏറ്റവും വിശ്വാസ്യതയുള്ള ഫ്രൈറ്റ് ഫോർവേഡർ എന്ന ബഹുമതിക്ക് തിയോഫില ലോജിസ്റ്റിക്സ് അർഹരായി. ബാങ്കോക്കിൽ നടന്ന ചടങ്ങിൽ തിയോഫില ലോജിസ്റ്റിക്സ് ഫൗണ്ടറും സിഇഒയുമായ ഔസേപ്പച്ചൻ തെക്കേടത്ത് അവാർഡ് ഏറ്റുവാങ്ങി. UK ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന FNC നെറ്റ്വർക്കിന്റെ ലോകമെമ്പാടുമുള്ള അംഗങ്ങളുടെ 24ാമത് ഇന്റർനാഷണൽ കോൺഫറൻസിലാണ് അവാർഡ് സമ്മാനിച്ചത്. തിയോഫില ലോജിസ്റ്റിക്സിന് ദുബായിലും ഇന്ത്യയിലും ഓഫീസുകളുണ്ട്. ആലപ്പുഴയിൽ നിന്ന് വന്ന ഒരു കൊലപാതക വാർത്തയിലേക്കാണ്. ഓമനപ്പുഴയിൽ അച്ഛൻ മകളെ കൊലപ്പെടുത്തി. ഏഞ്ചൽ ജാസ്മിനാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ പിതാവ് ജോസ്മോനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇന്നലെ രാത്രി ജോസ്മോനും ഏഞ്ചലും തമ്മിൽ തർക്കമുണ്ടായിരുന്നു. ഇതിനിടെ കഴുത്തിൽ തോർത്തു കുരുക്കി കൊലപ്പെടുത്തിയെന്നാണ് ജോസ്മോൻ പോലീസിന് നൽകിയ മൊഴി. സംഭവം ഒരു രാത്രി ആരും അറിയാതെ മൂടിവെച്ചു. മകൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞ ജോസ്മോൻ തന്നെയാണ് അയൽവാസികളെ വീട്ടിലേക്ക് വിളിച്ചത്. ചെന്ന് അകത്തോട്ട് കയറി നോക്കുമ്പോൾ ഈ കൊച്ച് മരിച്ച് കട്ടിലേക്ക് കിടക്കുകയാണ്. ആംബുലൻസ് വിളിച്ച് ആശുപത്രിയിൽ എത്തിച്ചു. 4 മണിയായപ്പോൾ ഇതിൻ്റെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് അടക്കത്തിൻ്റെ സമയം എപ്പോഴാണെന്ന് അറിയാൻ വേണ്ടി വിളിക്കുമ്പോഴാണ് ഞാൻ ഈ വിവരം യഥാർത്ഥത്തിൽ അറിയുന്നത്. ഇങ്ങനെ കൊലപാതകം ആണെന്നുള്ള സംശയമുണ്ട് എന്ന നിലയിൽ അറിയുന്നത്. ഹൃദയസ്തംഭനമെന്നാണ് ആശുപത്രിയിൽ പറഞ്ഞത്. പോസ്റ്റ്മോർട്ടത്തിൽ അസ്വാഭാവികത തോന്നിയ ഡോക്ടേഴ്സ് പോലീസിന് വിവരം അറിയിച്ചു. വീട്ടുകാരെ ചോദ്യം ചെയ്യുന്നതിനിടെ ജോസ്മോൻ കുറ്റം സമ്മതിച്ചു. ആലപ്പുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഫാർമസി ജീവനക്കാരിയായിരുന്നു ഏഞ്ചൽ. ഭർത്താവുമായി പിണങ്ങി 2 മാസത്തോളമായി സ്വന്തം വീട്ടിലായിരുന്നു താമസം. 24 ആലപ്പുഴ. ഹൃദയാഘാതത്തെ തുടർന്ന് ചികിത്സയിൽ കഴിയുന്ന മുൻ മുഖ്യമന്ത്രി മുതിർന്ന CPI നേതാവുമായ VS അച്യുതാനന്ദന്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു. ആരോഗ്യനിലയിൽ മാറ്റമില്ലെന്നാണ് ഒടുവിലിറങ്ങിയ മെഡിക്കൽ ബുള്ളറ്റിൻ. ഹൃദയാഘാതത്തെ തുടർന്ന് കഴിഞ്ഞ 10 ദിവസമായി ആശുപത്രിയിൽ കഴിയുന്ന VS അച്യുതാനന്ദന്റെ ആരോഗ്യനിലയിൽ കാര്യമായ പുരോഗതിയില്ല. രക്തസമ്മർദ്ദം, വൃക്കകളുടെ പ്രവർത്തനം എന്നിവയാണ് ആശങ്ക. തടസ്സങ്ങളുണ്ടായതിനെ തുടർന്ന് 72 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഡയാലിസിസ് നിർത്തിവെച്ചു. ഡയാലിസിസ് ഇനിയും പുനരാരംഭിക്കാനായിട്ടില്ല. ഇതാണ് ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നുവെന്ന് മെഡിക്കൽ ബുള്ളറ്റിനിൽ പറയാൻ കാരണം. ആശുപത്രിയിൽ കഴിയുന്ന VSനെ സന്ദർശിക്കാൻ അറിയപ്പെടുന്നവരും അല്ലാത്തവരുമായ നിരവധി പേർ എത്തുന്നുണ്ട്. ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള, മന്ത്രിമാരായ AK ശശീന്ദ്രൻ, K കൃഷ്ണൻകുട്ടി എന്നിവരും എത്തി. മുൻ മന്ത്രിമാരായ EP ജയരാജൻ, PK ശ്രീമതി, മുല്ലക്കര രത്നാകരൻ, M വിജയകുമാർ എന്നിവരും ആശുപത്രിയിലെത്തി VSന്റെ കുടുംബാംഗങ്ങളെ കണ്ടു. വിശ്രമത്തിൽ കഴിയുന്ന മുൻ മന്ത്രി PK ഗുരുദാസനും VSനെ കാണാനെത്തി. എല്ലാവരെയും സ്വീകരിക്കാൻ VSന്റെ പഴയ വിശ്വസ്ത സംഘം സജീവമായി ആശുപത്രിയിലുണ്ട്. 24 തിരുവനന്തപുരം. ഇതോടെ 24 റൗണ്ട് പൂർണ്ണമാകുന്നു. നമസ്കാരം.